ആദ്യമായിട്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് യു എയിൽ വന്നപ്പോൾ എന്തായിരുന്നു യു എയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ താങ്കളുടെ മനസ്സിൽ തോന്നിയത്? അന്ന് നേരത്തെ ഫ്ലൈറ്റിൽ കയറുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതാണ്. ഇന്ന് ആ എയർലൈൻസ് ഇവിടെ വരുന്നില്ല. പാനം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ജംബോ ഫ്ലൈറ്റാണ്, അമേരിക്കക്കാരുടെ ഫ്ലൈറ്റാണ് ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് ദുബായിലോട്ട് വരുന്നത്. ദുബായിലാണോ നടക്കുന്നത്? അതെ, അന്ന് ഷാർജ എന്ന് പറഞ്ഞാൽ വളരെ ഇതൊക്കെ ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഓഫീസ് ഇതൊരു ചതുപ്പ് നിലമായിട്ട് എടുക്കുമായിരുന്നു. ഡെസർട്ടാണ് ഇവിടെയൊക്കെ. ഈവൻ ഷാർജയിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ബിൽഡിങ്സേ ഉള്ളൂ. ദുബായിൽ അതേപോലെ തന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമുക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതിൽ നമ്മളുടെ എന്താ പറയുന്ന നൈപുണ്യമോ അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തിയോ നമ്മൾ മുന്നോട്ട് നയിച്ചു. ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത് നമ്മൾ മാക്സിമം സത്യസന്ധതയോടും പ്രതിബദ്ധതയോടും ചെയ്ത കാരണം ഇന്ന് ഈ സ്റ്റേജിൽ എത്തുന്നു. ആദ്യമായി ചെയ്ത ജോലി എന്തായിരുന്നു? ഞാൻ വന്നത് ആദ്യം ഡിസൈൻ ആൻഡ് കോൺട്രാക്ടിങ് എഞ്ചിനീയറായിട്ട് അവിടെ അതേ പോസ്റ്റിലാണ് വരുന്നത്. അതിൽ പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊന്നും ചിലപ്പോൾ അതിശയം തോന്നാം. രാവിലെ 3 മണിക്ക് എണീറ്റ്, അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, അലൈനിൽ നിന്ന് ടാക്സി പിടിച്ച് ഷാർജയിലോട്ട്, ഷാർജയിൽ നിന്ന് ടാക്സി പിടിച്ച് റാസൽ കീമയിലോട്ട്, അവിടെ നിന്ന് ടാക്സി പിടിച്ച് ഫ്യൂജറിലോട്ട്, അങ്ങനെ 3 സൈറ്റിൽ പോയ ചില സമയം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. അതായത് നമ്മളുടെ ദൗത്യമായിട്ട് എടുത്ത ഡ്യൂട്ടി. എത്ര വർഷക്കാലമായിരുന്നു അങ്ങനെ ഒരു ജോലി ഒരു കമ്പനി? ആ ഒരു കമ്പനിയിൽ ജോലി ഏകദേശം 3 വർഷത്തോളം നിന്നു. പക്ഷെ അവർ പ്രലോഭനങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ തരാം, ഇൻക്രിമെന്റ് തരാം എന്ന് പറയാതെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ സമയത്തിന് ശമ്പളം മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ വേറൊരു ദൗത്യം കിട്ടി. ഒരു NPCC എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ അബുദാബിയിൽ നിന്ന് സെലക്ഷൻ കിട്ടി. ബോംബെ ഹൈ, ജപ്പാൻ കമ്പനിയായിരുന്നു, സുമിറ്റോമോ ഹെവി ഇൻഡസ്ട്രീസ്. അവിടെ നിന്ന് അതേ ത്രൂ തന്നെ MCS ബോംബെ ത്രൂ ജുമാൽ മജീദ് തിരിച്ച് ഒരു 6 മാസം ഒരു വർഷക്കാലം ഏകദേശം ബോംബെയിലോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതേ ഫ്ലോയിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നു. പിന്നെ ജുമാൽ മജീദ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ചെറിയ 6 പേര് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം ആയിട്ട് പെപ്കോ തുടങ്ങുന്നത്. പെപ്കോ അല്ല ആദ്യത്തിൽ പേര്, ട്രേഡ് നെയിം ഡാരിലായിരുന്നു. അത് മാറ്റിയിട്ടാണ് പെപ്കോ ആയി മാറിയത്. ശരിക്കും ഈ ജോലി ചെയ്ത അനുഭവ പരിചയ സമ്പന്നത, ആ സമ്പത്ത് വളരെ കൈമുതലായിരുന്നു. കാരണം അത് തന്നെയായിരുന്നു നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വളരെയധികം സഹായിച്ചത്. അത് എല്ലാവർക്കും അറിയില്ല. MDക്ക് A to Z, അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ A to Z നമുക്ക് പഠിച്ചാൽ മാത്രമേ അത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു, ഞാൻ രാത്രി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഈ 3 എമിറേറ്റ്സിൽ അല്ലെങ്കിൽ 4 എമിറേറ്റ്സിലും പോയി സൈറ്റിൽ, അന്ന് ചൂടും കാരണം വെച്ചാൽ മഴയത്തും അല്ലെങ്കിൽ തണുപ്പത്തും ഒരുപോലെ കഠിനാധ്വാനം ചെയ്തു. അത് നമ്മൾ പറഞ്ഞ വാക്കുകളിൽ ഒതുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും അതിനേക്കാൾ വളരെ ഇപ്പൊ നിൽക്കുന്ന ഈ 42 ഡിഗ്രി സെൽഷ്യസ് ചൂട്ടിനുള്ളിൽ നമ്മൾ അന്ന് ഈ സൈറ്റിലെല്ലാം പോയി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ശരിക്കും അന്നൊക്കെ ഈ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ബോംബെയിലെ ആ ജോലി കളയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നെ ക്രൂശിച്ച സുഹൃത്തുക്കളുണ്ട്. അതായത് ഹിന്ദിയിൽ ചോദിച്ചിട്ടുണ്ട്, തും പാകലേക്ക് നൗകരി ചോദിക്കുക. അതാണ് ഗവൺമെന്റ് ജോലി. വീട്ടുകാർക്കും താല്പര്യമില്ലായിരുന്നു. ഇത്രയും സെക്യൂർഡ് ജോബ് വിട്ട് നോൺ സെക്യൂർഡ് ജോബായിട്ടുള്ള ഗൾഫിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷെ ഒരു സ്വപ്നം. ആ 83 to 89 ഒരു 7 years കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞവർ തിരിച്ച് യോ ഡൺ വൈസ് തിങ്സ് എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഒപ്പം വന്നവർക്ക് എല്ലാവർക്കും ഇല്ല, നമ്മളുടെ അധ്വാനമായിരിക്കാം നമ്മളുടെ കാരണം ശരിക്കും നമ്മളെ ക്രൂശിച്ചല്ല, സ്നേഹം കൊണ്ടാണ്. അത് ഇങ്ങനെ ചെയ്യരുത് അത് ചെയ്തത് തെറ്റായി പോയി എന്ന് നമ്മൾ ക്രൂശിച്ചതാണ്. അത് ചെയ്തിരുന്നെങ്കിൽ, ആ ജോലി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആ വാക്കുകളെ ഇവിടെ വന്നത് നന്നായി എന്ന് പറയിപ്പിക്കാൻ നമ്മളെടുത്ത എഫോർട്ട്, ആ ഇൻവെസ്റ്റ്മെന്റ്, അതാണ് നമ്മുടെ കഠിനാധ്വാനം. വെരി ഷുവർ. പെപ്കോ എന്ന ആ കമ്പനിയുടെ ജനനം എങ്ങനെയായിരുന്നു? അതൊരു സ്വപ്നമായിരുന്നു. സ്വപ്നം എന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഇവിടുത്തെ ഉമ്മൽഖോൻ ഷെയ്ഖിൻ്റെ 2 പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോട്ടയത്തുള്ള ഒരു സുഹൃത്തുമായിട്ട് പരിചയപ്പെടുകയാണ്. അന്ന് എക്സ്പെൻസ് അധികം ഇല്ല.
ഒരു ചെറിയ നിസ്സാര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനി ഫ്ലോപ്പായിട്ട് നിൽക്കുന്നുണ്ട്, അയാൾ വിട്ടുപോകാൻ നിൽക്കുകയാണ്. അന്നറിയാമല്ലോ നിങ്ങൾക്ക്, ഇന്നും ചിലർ വിസയ്ക്ക് പൈസ വാങ്ങുന്നുണ്ട്. അന്ന് ഈവൻ ഒരു വിസയ്ക്ക് 5,000-6,000 ദിറംസ് വാങ്ങിയിരുന്നു. നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 15,000. 6 വിസ കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അങ്ങനെ 2 സുഹൃത്തുക്കളായിട്ട് ഞാനും ഉണ്ട്, തിരുവനന്തപുരത്തുകാരൻ ഷുക്കൂർ എന്ന് പറഞ്ഞിട്ട് ജുമാൽ മജിൽ തന്നെ അയാൾ വേറെ ഡിവിഷനിൽ ജോലി ചെയ്യുന്ന കക്ഷിയായിട്ട്. അങ്ങനെയാണ് ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിലേക്ക് അതിൽ നിന്നുകൊണ്ട് പൈസ 88 ആണ് തുടങ്ങുന്നത്. അതെ, ഒരു സുപ്രഭാതത്തിൽ അന്ന് ദുബായ് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ദുബായ് പോലീസ് ട്രെയിനിങ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽക്കോസിൽ, അന്ന് ഡെസർട്ടാണ് അവിടെ നിന്ന് ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് എന്തോ മെറ്റീരിയൽ കളവ് പോവുകയോ ചെയ്യാൻ. അങ്ങനെ അവർക്ക് സംശയം തോന്നുന്നു. ആരോ പറഞ്ഞു പ്രേം സാബ് കമ്പനി ശുരു ചെയ്യാന്ന് പറഞ്ഞിട്ട്. കമ്പനി ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, വേറെ ഇതിലില്ല. അതിൽ സത്യമെന്ന് പറയുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുതാനുള്ള, ഇപ്പം അന്നൊക്കെ കത്തെഴുതലാണ്, ഈ ടെലിഫോണൊന്നും ആയിട്ടില്ലല്ലോ. എഴുതാനുള്ള അതായത് പേപ്പർ അല്ലെങ്കിൽ കവർ ഒഴിച്ചാൽ കമ്പനിയിൽ നിന്ന് ഒരു പിന്ന് പോലും ഞാൻ അവീതമായിട്ട് എടുത്തിട്ടില്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ സത്യസന്ധമായി നമ്മൾ ജോലി ചെയ്തു എന്നുള്ളതാണ്. ഈ സത്യസന്ധതയിൽ നമ്മളെ ക്രൂശിക്കാം. നമുക്ക് നമ്മളെ തടസ്സങ്ങളെ, പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നേ ഉള്ളൂ, അല്ലേ? അത് അച്ഛൻ പറഞ്ഞിട്ട് നോക്കൂ, അവിഹിതമായിട്ട് നമ്മൾ എന്ത് ഈവൻ കഴിച്ചാൽ പോലും ദഹിക്കില്ല എന്നാണ്. എന്തോ വ്യവസായത്താൽ നമ്മൾ പിടിച്ചു വന്നു, കുറച്ച് ചിട്ടിയും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കയറി ഈവൻ ആ കയറിയ സ്ഥാപകൻ, അതിൻ്റെ ലോക്കൽ അറബി, ഈവൻ നമ്മളൊരു ചെറിയ ഉയർച്ചയിൽ നിന്ന് കണ്ടപ്പോൾ, ഇന്നും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 18,714 ദിറംസ് അതിൽ അവിടെ വെച്ച് ആണ് പിന്നെ പെപ്കോ എന്നൊരു സ്ഥാപനത്തിന് രൂപം കൊടുക്കുന്നത്. അത് അന്ന് ഇവിടുത്തെ ഒരു ഷെയ്ഖ് സാക്കർ അൽ കാസമി, ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് മെഡിസിൻസിൻ്റെ, അദ്ദേഹത്തിൻ്റെ വില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. പുള്ളിയാണ് പിന്നെ നീ വേറെ ലൈസൻസ് മാറ്റി വേറെ കമ്പനി തുടങ്ങിക്കോ, കണ്ടിന്യൂ മൈ ജോബ് എന്ന് പറഞ്ഞിട്ട് പ്രചോദനം തരുന്നത്. ആ പ്രചോദനത്തിനാണ് പെപ്കോ എന്ന, അങ്ങനെയാണ് പെപ്കോ ആയിട്ട് വരുന്നത്. ശരിക്കും അതൊരു എഞ്ചിനീയറിംഗ് കോൺട്രാക്ടിങ് കമ്പനിയാണ്. പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ. ഞങ്ങൾ ഇലക്ട്രോ മെക്കാനിക്കലാണ്. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫയർ അലാറം, ഫയർ ഫൈറ്റിംഗ്. ഈവൻ എയർ കണ്ടീഷനിങ് ഡിവിഷൻ ഉണ്ടായിരുന്നു. അത് ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിക് പ്രശ്നം വന്നപ്പോൾ 96 മുതൽ സ്ലോ ഡൗൺ ചെയ്തു. ഇനി അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ മിനുക്കുപണികൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഫൈബർ ഗ്ലാസിൻ്റെയും അതൊരു ഫാക്ടറി ഡിവിഷൻ. അപ്പോൾ നമ്മൾ ഓരോ ഇത് വരുമ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അങ്ങനെ ഒരു ഫൈബർ ഗ്ലാസിൻ്റെ ഒരു സെക്ഷൻ തുടങ്ങാൻ കഴിഞ്ഞു. എൻ്റെ അച്ഛൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഒരു ചെറുതായിട്ടൊരു സ്റ്റുഡിയോ, ഒരു ഗ്രൂപ്പ് ഉണ്ട്, അൽമജ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞങ്ങളുടെ തന്നെ ഓൺ പ്രൊജക്റ്റ്, ഈ ഇരിക്കുന്ന പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഓൺ കൺസ്ട്രക്റ്റഡ് ആണ്. ഈവൺ ഇതിൻ്റെ ഈ കാണുന്ന ഡെക്കറേഷൻസ് എല്ലാം ഇറ്റ്സ് ഓൾ ഇൻ ഹൗസ്. അപ്പോൾ അതിലോട്ട് എന്തൊക്കെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മിനിമം നമ്മൾക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം കോസ്റ്റ്, ആ ഒരു മേച്ചിൽപ്പുറങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആ മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്താണ്. UAE ഒട്ടുമിക്ക എമിറേറ്റ്സിലും പെപ്കോയുടെ ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പം എല്ലായിടത്തും ആയി. 7 എമിറേറ്റ്സിലും ആയി കഴിഞ്ഞു. ഇല്ല, ഫെഡറൽ ഗവൺമെൻറ് ലൈസൻസ് ഞങ്ങൾക്ക് 93-ലുണ്ട്. ഇന്നിപ്പം ഷാർജ, ദുബായ്, ഷാർജയിൽ 2 ഓഫീസുണ്ട്, ദുബായ്, അജ്മാൻ, അബുദാബി. ഇപ്പം ഖത്തറിലോട്ട് ഒരു ചെറിയ സംരംഭം തുടങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു സബ് ഡിവിഷനായിട്ട് ഇല്ല, സെയിം വിത്ത് ഗോഡ് ഗ്രേസ് ഞങ്ങൾക്ക് സെയിം പേര് തന്നെ കിട്ടി. ഇറ്റ് വാസ് എ സ്ട്രഗിൾ. പക്ഷെ അവിടുത്തെ ഒരു ഷെയ്ഖ് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ സഹകരിക്കുന്നത്. അവിടെ പെപ്കോ എഞ്ചിനീയറിംഗ് കമ്പനി LLC തന്നെയാണ്. ഇനി അതിലോട്ടാണ് അടുത്ത ഒരു ബിസിനസ് ഉണർവ്, അവിടേക്കാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇവിടെ ഓൾറെഡി സാച്ചുറേറ്റ് ആണെങ്കിൽ തന്നെ ഞങ്ങളുടെ നല്ല കുറേ ഗുഡ് സ്റ്റാഫ്സ് ഉണ്ട്. അവർക്ക് നമ്മളറിയാം. അവരെന്ത് ചെയ്താൽ അവർക്ക് എന്താ പ്രതിഫലം കിട്ടുന്ന അവർക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ, ചോദിക്കേണ്ട കാര്യമില്ല. കിട്ടുന്ന ലാഭത്തിൽ ഒരു നിശ്ചിത ശതമാനം സ്റ്റാഫ്സിനും ലേബറിനും വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്. ഈവൻ ചില കമ്പനിക്കാർ ഈ വർഷം ഞങ്ങൾ ബോണസ് കൊടുക്കുകയുണ്ടായി. അവർ ചോദിച്ചു, നിങ്ങളുടെ സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളെ സ്റ്റാഫിനെ ഡീമോറലൈസ് ചെയ്യുന്നു എന്നുള്ള സംഭവം പറയണ്ടേ.
ഞാൻ പറഞ്ഞു, നോക്കൂ, എനിക്ക് കിട്ടുന്ന വിഹിതത്തിൽ അവരുടെ വിയർപ്പിനൊരു അംശം കൊടുക്കുന്നുണ്ട്, നമ്മൾ അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു സംശയമില്ല. ശരിക്കും ഈ റെസിഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ കൺസെഷൻ രംഗത്താണ്. ഷുവർ. എത്രത്തോളമാണ് പെപ്കോ ദീർഘവീക്ഷണത്തോടെ ആ പ്രതിസന്ധിയെ മറികടന്നു? ഞങ്ങളെ അധികം സാരമായിട്ട് ബാധിച്ചിട്ടില്ല, എങ്കിലും ഞങ്ങളുടെ കളക്ഷനെ ഇപ്പോഴും ബാധിച്ചിട്ടുണ്ട്. ചില പ്രൊജക്റ്റുകളിൽ നിന്ന് ഇനിയും നല്ല പൈസ പെൻഡിങ് ഉണ്ട്. ഒരു പ്രൊജക്റ്റ് ദുബായിൽ മറീനയിൽ ഹോൾഡ് ഉണ്ട്, അതിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവായിട്ടുണ്ടെന്ന് കേട്ടു. എങ്കിൽ തന്നെ ഇന്നേ വരെ ലയബിലിറ്റി ഇല്ലാതെ ഈ ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കാരുണ്യമായിട്ടും എൻ്റെ അച്ഛനമ്മമാരുടെ കാരുണ്യമായിട്ടും കരുതുന്നു. ശരിക്കും എല്ലാ വാക്കുകളിലും കൂടെ താങ്കൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ദൈവാനുഗ്രഹം എന്നുള്ളതാണ്. ശരിക്കും എത്രത്തോളമാണ് ആ വിശ്വാസം? നോക്കൂ, എനിക്ക് അമിത വിശ്വാസമില്ല, അന്ധവിശ്വാസമില്ല. അമിതമായാൽ അമൃതവും വിഷം എന്ന് ഞാൻ വളരെ വിശ്വസിക്കുന്ന ആളാണ്. എങ്കിൽ ദൈവത്തിൽ, നമ്മളിൽ അദൃശ്യമായ ശക്തിയിൽ ഉണ്ട്. അതിനെ എന്ത് വിളിച്ചോളൂ, അൽമൈറ്റി എന്ന് വിളിച്ചോളൂ, ദൈവമോ അല്ലെങ്കിൽ അള്ളാ അല്ലെങ്കിൽ ക്രിസ്തു അല്ലെങ്കിൽ ബുദ്ധ, എന്ത് വിളിച്ചോളൂ, ദർ ഇസ് എ പവർ എബവ് അസ്. ആ പവറാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് ശരിയായ ദിശയിൽ ശരിയായ മാർഗത്തിൽ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് അവിടെ നിന്നുള്ള ഡയറക്ഷനാണ്. വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വിജയത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ശരിക്കും താങ്കളുടെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? സാമൂഹികപരമായിട്ടും കുട്ടികളുടെ കാര്യങ്ങൾ പരിപാലനത്തിലും ശരിക്കും അതൊരു നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഒരു ബിസിനസ് രംഗത്ത് നമ്മളെ ശ്രദ്ധ മൊത്തം പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ, കുടുംബത്തിൻ്റെ ടെൻഷൻ നമുക്ക് തരാതെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ഒരു ഉത്തമ ഭാര്യ. വളരെ പെർഫെക്റ്റ് ആണ് ശരിക്കും. കാരണം വിവാഹം തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. അതെ, അതും നിമിത്തം. ഞാൻ ആദ്യം കാണുന്നത് ബോംബെയിൽ നിന്നാണ്. അപ്പം അറിയാലോ, പിന്നെ കുടുംബം ഞങ്ങൾ 8 മക്കളാണ്, 5 സിസ്റ്റേഴ്സ് ആൻഡ് 3 ബ്രദേഴ്സ്. അതിലൊരാൾ ഇന്നില്ല. ഈ മെയ് 31 അവൻ്റെ 21st ഡെത്ത് ആനിവേഴ്സറിയാണ്. ബാക്കി എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. മൂത്ത ചേച്ചിക്ക് 63+ ആയെന്ന് തോന്നുന്നു. അപ്പം വിവാഹം തൃശ്ശൂർ വെച്ച് തന്നെയാണ്. വിവാഹം തൃശ്ശൂരാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പലരും ചോദിച്ചു, നിങ്ങൾ എന്താ ലവ് മാരേജ് ആണോ? വാസം പറഞ്ഞ് ഞാൻ ബോംബെയിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവൾ കൊച്ചുകുട്ടിയായിരുന്നിരിക്കണം. അത്രയാണ്ട്. ഞങ്ങൾ 1990 മാരേജ്. കുട്ടികൾ 3 ആൺപിള്ളേരാണ്. മൂത്തവൻ എൻജിനീയറിംഗ്, പേര് മൂത്തവൻ കിരൺ, സെക്കൻഡ് അരുൺ, തേർഡ് ഗോകുൽ. മൂന്ന് ആൺപിള്ളേരാണ്. എല്ലാവരും ജനിച്ചത് ബോൺ ആൻഡ് ബോട്ടപ്പ് UAE ദുബായ്. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു. അതൊക്കെ ആണ് ഇപ്പോൾ നമ്മൾ ആകെ ചെയ്തിട്ടുള്ള കർത്തവ്യത്തിൽ. അവർ ദ ബെസ്റ്റ് ഇൻ ദ എഡ്യൂക്കേഷൻ. ഇന്നും ഇപ്പം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അവൻ ഒരു ഗോൾഡ് മെഡലിസ്റ്റാണ്. അത്യാവശ്യം സാമൂഹിക പ്രവർത്തനങ്ങളിലുണ്ട്. അത്യാവശ്യം എന്താ പറയുക, മറ്റ് അതർ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ആൾ എൻഗേജ്ഡാണ്. ബാക്കി ഇനിയിപ്പം അടുത്തത് എന്താണ് നമ്മളുടെ ഫീൽഡിലോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ഖത്തർ ഓഫീസ് അവനെ ഏൽപ്പിക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അത് പിന്നെ ഡിപ്പെൻസ് ഓൺ അത് നോക്കൂ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മാത്രം നമുക്കൊരു സ്ഥാപനം കൊണ്ട് നടക്കാൻ പറ്റില്ല. നമ്മൾ കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടെ മിങ്കിൾ ചെയ്താൽ മാത്രമേ ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. അത് വളരെ ശരിയായ കാര്യമാണ്, എൻ്റെ അനുഭവമാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കുവാൻ കഴിയും, എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള ഒരു വലിയ സ്റ്റോറിയാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഷോർട്ട് ബ്രേക്ക്, അതിനുശേഷം വീണ്ടും.